പ്രധാനമന്ത്രിയെയും മാതാവിനെയും അധിക്ഷേപിച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിക്കെതിരായ കേസിൽ പോലീസിന്റെ ഒത്തുകൾ. ജാൻമണിക്കെതിരെ ചുമത്തിയത് വെറും ദുർബലമായ വകുപ്പുകൾ മാത്രമാണ്. ഗുരുതര കുറ്റകൃത്യമായിട്ട് പോലും ജാൻമണിക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാൻ ഒത്തുകളി നടന്നിട്ടുണ്ടെന്നാണ് രൂക്ഷമായ വിമർശനം ഉയരുന്നത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, കഴിഞ്ഞ ദിവസം ത്രിപുര ഹൈക്കോടതി കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അത് ഒരാളെ വ്യക്തിഹത്യ നടത്താനുള്ള ലൈസൻസ് അല്ല, അധിക്ഷേപിക്കാനുള്ള ലൈസൻസ് അല്ല എന്ന് കൃത്യമായി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ പോലീസിന് ഇതൊന്നൊരു വിഷയമേ അല്ലേ? ശ്യാം, നോക്കൂ, ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ജാൻമണി നടത്തിയിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിക്കുന്നു. അദ്ദേഹത്തിന്റെ മരിച്ചുപോയ മാതാവിന്റെ സ്ത്രീത്വത്തെ പോലും അവഹേളിക്കുന്ന രീതിയിലായിരുന്നു ഈ ജാൻമണി നടത്തിയിരിക്കുന്ന പ്രസ്താവന. ആ വീഡിയോക്കെതിരെ അതിരൂക്ഷ വിമർശനം സമൂഹത്തിന്റെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പല ഇടങ്ങളിൽ നിന്നും ഉയരുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് മഹിളാ മോർച്ച നേരിട്ടെത്തി പോലീസിൽ പരാതി നൽകിയത്. കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും ജാൻമണിക്കെതിരെ ഇതിനോടകം പരാതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് പോലും ഈ കേസിൽ ജാൻമണിക്കെതിരെ പരാതി കൊടുത്ത് ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് കോഴിക്കോട് സൈബർ പോലീസ് കേസെടുക്കുന്നത്. ഈ കേസിൽ ഇന്ന് ഒരു നാടകീയമായ ഒരു അറസ്റ്റ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. വലിയ സമ്മർദ്ദം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ ജാൻമണിയെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾക്കകം തന്നെ ജാൻമണിയെ വിട്ടയക്കുകയാണ് പോലീസ് ചെയ്തിരിക്കുന്നത്. അതും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുക. ദുർബലമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ജാൻമണിയെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസിൽ ഈ ജാൻമണിക്ക് എളുപ്പം ഇറങ്ങിപ്പോകാവുന്ന തരത്തിലുള്ള വകുപ്പുകളാണ് പോലീസ് ചുമത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ ഉടനടി തന്നെ ജാമ്യം ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് ജാൻമണി നടത്തിയിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ 140 കോടി ജനങ്ങളുടെയും പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ, അദ്ദേഹത്തിന്റെ ആ പ്രധാനമന്ത്രി പദത്തെ പോലും അവഹേളിക്കുന്ന രീതിയിലുള്ള പരാമർശം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജാൻമണി നടത്തിയിരിക്കുന്നത്. ഇത്രയധികം പരാതികൾ കോഴിക്കോട് ജില്ലയിലെ തന്നെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും ജാൻമണിക്കെതിരെ ഇതിനോടകം നിരവധി പരാതികൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് ഈ പരാതി വാങ്ങി റെസിപ്റ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ജാൻമണി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ അന്വേഷിക്കുന്ന സമയത്ത് ഈ ജാൻമണി സ്ഥലത്തില്ല എന്നുള്ളതായിരുന്നു പോലീസ് അറസ്റ്റ് വൈകാൻ കാരണമെന്ന് പറയുന്നത്. ഇങ്ങനെ സ്ഥലത്തെത്തി പോലീസ് സ്റ്റേഷനിലെത്തി കേരള പോലീസിന്റെ കൈകളിലേക്ക് ജാൻമണിയെ എത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിയ സമയത്ത് ചോദ്യം ചെയ്യുന്ന സമയത്ത് പോലീസുകാരോട് അഗ്രസീവ് മോഡിലാണ് ജാൻമണി പെരുമാറിയത് എന്നുള്ളതാണ് ഉള്ളിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. ഇത്രയൊക്കെ കാട്ടിക്കൂട്ടലുകൾ നടത്തിയിട്ടും ഈ ജാൻമണിക്കെതിരെ ഒരു രീതിയിലുള്ള വിരലനക്കവും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത് കേരള പോലീസിന്റെ ഒരു ഇരട്ടത്താപ്പാണ് ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ പുറത്തു വരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ജാൻമണിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്.